പാഠം 1032. ചില സദാചാര ചിന്തകൾ. ചായ എവിടെ പോയെന്തോ. ഭർത്താവിന്റെ ഉപദ്രവത്തിൽ മനസ്സുമടുത്ത യുവതി അയാളെ വിഷം കൊടുത്തു കൊന്നിട്ട് കാമുകനോടൊപ്പം നാടുവിട്ടു. കൊള്ളാലോ, നാട്ടിലെ പെമ്പിള്ളേർക്കൊക്കെ വിവരം ഉണ്ടായി തുടങ്ങിയ. മോനണ്ടാ. ഭർത്താവിന്റെ വീട്ടുകാരുടെ പരാതി പ്രകാരം കേസ് അന്വേഷിച്ച പോലീസ് യുവതിയെയും കാമുകനെയും അറസ്റ്റ് ചെയ്തു. ചായിരിക്കുന്നു. ഈ വാർത്ത ഉണ്ടായിരുന്നു മോനോട്ട. വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഭർത്താവിനെ ഭാര്യ വിഷം കൊടുത്തു കൊന്നൂന്ന്. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരന്റെയും അവഗണനയിലും പീഡനത്തിലും മനംനൊന്ത് കഴിയുകയായിരുന്നു യുവതി. ഇതിനിടയിൽ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായി. കാമുകനുമായുള്ള ബന്ധം ദൃഢമായതോടെ ഭർത്താവിനെ വകവരുത്തി കാമുകനൊപ്പം പോകാൻ യുവതി തീരുമാനിക്കുകയായിരുന്നു. പെണ്ണുങ്ങളൊന്നും പഴവലല്ല മോനേട്ടാ. എന്താ ചെയ്യേണ്ടത് അവർക്ക് ശരിക്കും അറിയാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കല്യാണം കഴിയുന്നു, ഭർത്താവിന്റെ വീട്ടിൽ പീഡനം, അവഗണന, അപമാനം. നമ്മുടെ നാട്ടിലെ പല വീടുകളിലെ അവസ്ഥ ഇതാണ്. അതോടെ ഭാര്യയ്ക്ക് മാനസിക പ്രയാസമായിരുന്നു. ആ നേരത്താണ് മറ്റൊരു യുവാവ് അനുകമ്പയോടും സ്നേഹത്തോടും കൂടെ അവരോട് പെരുമാറുന്നത്. അതോടെ അയാളോട് ആ പെണ്ണിന് ഇഷ്ടമാകുന്നു. ഇഷ്ടം കൂടുന്നു. പിന്നെ ഒന്നും മടിക്കാതെ ഭർത്താവിനെ അങ്ങ് തട്ടുന്നു, കാമുകനോട് ഒളിച്ചോടുന്നു. സംഗതി എന്തായാലും കൊള്ളാം. ഇതുപോലെ 1-2 സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഒന്ന് പേടിക്കും. വന്നല്ലോ. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ മോനോട്ടാ? ഞാൻ നല്ല കൃത്യമായിട്ട് വ്യക്തമായിട്ടും അല്ലേ പറഞ്ഞത്? അത് നീ എന്നോട് പറഞ്ഞത് എന്തിനാണ്? പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു. അപ്പൊ എന്റെ അടുത്തുണ്ടായിരുന്ന ആരാ? മോഹനേട്ടനല്ലേ. അതുകൊണ്ട് ഞാനത് മോഹനേട്ടനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല അല്ല അല്ലാന്ന് എനിക്കറിയാമല്ലോ. ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറിയില്ല എങ്കിൽ നീ എനിക്ക് വിഷം തന്നിട്ട് വേറെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകുന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? മോഹനേട്ടൻ എന്തിനാ അങ്ങനെ പേടിക്കണത്? ഒന്നാമത്, ഒരു കാമുകൻ ഇതുവരെ ആയിട്ട് കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ കിട്ടിയാൽ തന്നെ ഞാൻ മോഹനേട്ടൻ വിഷമൊക്കെ തരുവോ? വെറുതെ ഒരു കൊലപാതകം നടത്തി ജയിലിൽ പോകാൻ മാത്രമുള്ള ഒരു വണ്ടിയാണോ ഞാൻ? എനിക്ക് കാമുകന്റെ കൂടെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് പോകും. അല്ലത് മോഹനേട്ടൻ ഉപദ്രവിക്കാന്ന് ഞാൻ വരില്ല. ഒരു സ്ത്രീ ഭർത്താവിനെ പറ്റിച്ച് വേറൊരാളോട് അടുപ്പമുണ്ടാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത്രയും വലിയ ഒരു തെറ്റ് ചെയ്തൊരു സ്ത്രീയെ ന്യായീകരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? അയ്യോ, ആ സ്ത്രീക്ക് വേറൊരാളുമായിട്ട് അടുപ്പമുണ്ടാവാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ പീഡനം. ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയാത്ത ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. കണ്ടോ, നീ ഇപ്പോഴും ആ സ്ത്രീയെ ന്യായീകരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങേറ്റം പവിത്രമായ ഒരു ബന്ധമാണ്. അതിൽ വെള്ളം ചേർത്ത് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയും ഇന്നു വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ഈ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? അതെ. ഭാര്യയുടെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ഭർത്താക്കന്മാരാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ എല്ലാം ഇവിടെ ശരിയായിക്കോളും. ഉത്തമൻ വിളിക്കാണ്ട്. ഉത്തമനാകുമ്പോ കല്യാണം കഴിച്ചിട്ടില്ല. ഉത്തമനോട് മോഹനെടുത്ത് നീ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പവിത്രത ഒന്നും പഠിപ്പിച്ചു കൊടുക്ക്. എന്നെ ഇനി എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ചെല്ല മോകരിക്കുന്നു.
നമസ്കാരം സാർ. നമസ്കാരം. സാറേ അതെ ഈ എന്താ രാവിലെ കേശവൻകുട്ടിച്ചേട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയെ മെനിയാൻ തന്നതാണ്. ഇന്നലെ സ്ഥലം നോക്കാൻ ചെല്ലുമെന്ന് സാർ പറഞ്ഞിരുന്നു. രാത്രി വരെ കേശവൻകുട്ടിച്ചേട്ടൻ കാത്തിരിക്കുകയും ചെയ്തു. ഇന്നലെ മറ്റു ചില തിരക്കുകൾ ഉണ്ടായിരുന്നു. 4 മണിക്ക് തന്നെ പോയി സ്ഥലം നോക്കണമെന്ന് ഞാൻ കാഞ്ചനോട് പറഞ്ഞതാ. കാഞ്ചനയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണല്ലോ സ്ഥലം. പക്ഷേ 3:30 ഡെപ്യൂട്ടി തഹസിൽദാർ വില്ലേജ് ഓഫീസറിൽ കയറി വന്നു. ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് കാഞ്ചനയ്ക്കും പോകാൻ പറ്റില്ല. അല്ല സാറേ, എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് ഞാൻ കേശവൻകുട്ടിച്ചേട്ടൻ പറഞ്ഞു. അല്ലെങ്കിൽ കെ മോഹനേട് സാർ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാലേ അതിലും മാറ്റം ഉണ്ടാവൂലല്ലോ. പിന്നെ ഞാൻ കരുതി സാറ് കാഞ്ചന സാറെ ഏൽപ്പിച്ചിട്ട് കാഞ്ചന സാറ് വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയി കാണുമോ എന്ന്. അല്ല, ഞാനിപ്പോ വരുന്ന വഴിക്ക് കാഞ്ചന സാറിനെ കണ്ടു. ബൈക്കിൽ ഒരാളുടെ പുറകെ ഇരുന്ന് പോകുന്നു. ഓടിക്കുന്ന ആളിനെ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കാണിച്ചില്ല. പരിചയമില്ലാത്താളോ? മുമ്പ് ഞാൻ കണ്ടിട്ടില്ല സാറേ. കാഞ്ചന സാറിന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രഹ്ലാദ സാർ തന്നെ ആയിരിക്കും. ഈ ബൈക്കിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, സംഗതി അതുപോലെ തന്നെ ആയിരുന്നു. ഈ ബൈക്ക് എന്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രഹ്ലാദ സാർ അല്ലാന്ന്. അപ്പൊ പിന്നെ നമ്മള് കൈ കാണിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും വിലാസിന് കാണിച്ചത് കടന്ന കൈയായിപ്പോയി കാഞ്ചന സാറേ. കെട്ടിയവനായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതി വേറെ ഒരുത്തിന്റെ കൂടെ പോകുന്നത് ന്യായമാണോ? ഒരു കുഴപ്പമില്ല. വിലാസിനി ആയതുകൊണ്ട് ഇത്രയും കാലം ക്ഷമിച്ചു. സുധാകരന്റെ സ്വഭാവം വെച്ച് ഏതെങ്കിലും പെണ്ണ് അവന്റെ കൂടെ താമസിക്കോ? എന്നാലും ഇത് കുറച്ച് കടുപ്പായിപ്പോയി. സംഭവം കേട്ട് ഞാൻ ബോധം കേട്ട് വീണില്ലെന്നേ ഉള്ളൂ. എന്റെ പ്രഭേ, വിലാസിനിക്കും സുധാകരനും ജോലിയുണ്ട്. പക്ഷേ സുധാകരന്റെ ശമ്പളം മുഴുവൻ അയാൾ അയാളുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും കൊടുക്കും. പിന്നെ വിലാസിനിയുടെ വരുമാനം കൊണ്ടാ ജീവിക്കുന്നത്. എന്നാലോ അവൾക്ക് ആ വീട്ടിൽ ഒരു വിലയും ഇല്ല. അവൾ പറയുന്നതൊന്നും അവിടെ നടക്കില്ല. എത്ര കാലം എന്ന് വെച്ചാ സഹിക്കുന്നത്? പെണ്ണുങ്ങൾ ഇങ്ങനെ സഹിയായിട്ട് നിൽക്കുന്ന നേരത്ത് ഏതെങ്കിലും ആണുങ്ങൾ സ്നേഹമായിട്ടൊന്ന് പെരുമാറിയാൽ അവരെങ്ങ് വിശ്വസിക്കും. ഇവിടെയും അത് തന്നെയാ സംഭവിച്ചത്. പ്രകാശം വിലാസിനിയോട് സ്നേഹം കാണിച്ചു, അവൾ അതിൽ വീണു. എന്നാലും സ്വന്തം കെട്ടിയവനെ അങ്ങനെ അങ്ങ് മറക്കാവോ? ഒരു കുഴപ്പമില്ല. പ്രഹ്ലാദൻ ചേട്ടന്റെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോ ഞാനിതൊക്കെ പറയാറുണ്ട്. ദേ പ്രഹ്ലാദൻ ചേട്ടാ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവോന്ന്. ഇതൊക്കെ പറഞ്ഞ പ്രഹ്ലാദ സാർ പേടിക്കില്ലേ? എല്ലാ ആണുങ്ങളുടെയും കുഴപ്പാതാ. കാര്യം പറയുമ്പോ അവര് വകവെക്കില്ല. അവസാനം സംഗതി കൈവിട്ടു പോയി കഴിയുമ്പോ പിന്നെ കരച്ചിലുമായി വരും. കാഞ്ചന സാറിന്റെ വർത്തമാനം കേട്ടിട്ട് ആരെയോ കണ്ടുവച്ച പോലെ ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിക്കൂടെ? പ്രഹ്ലാദ സാർ അറിഞ്ഞ അതോടെ തീരും കാഞ്ചന സാറിന്റെ കാര്യം. നമുക്ക് നോക്കാം. ആഹാ, അപ്പൊ ആരോ ഉണ്ട്. എന്താ കാഞ്ചന സാറിന്റെ ഉദ്ദേശം? പ്രഭേ, താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട കടലാസ് എന്തെങ്കിലും ആയോ? ഉച്ചയാകുമ്പോ മോനേഷ് സാർ പോവാൻ ഇറങ്ങും. അന്നേരം ഫയല് തീർന്നില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. തൽക്കാലം പ്രഭ ജോലിക്കാര്യം നോക്ക്. സാറേ, എന്താ സാറേ ആലോചിക്കുന്നേ? അതൊരു പ്രശ്നമാണല്ലോ ഉത്തമ. ബൈക്കോടിച്ച ആളെ ഉത്തമന് മനസ്സിലായില്ല. ഇല്ല സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് കണ്ടിട്ടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് കാഞ്ചന എവിടെ പോയതായിരിക്കും? അത് ഞാനും ആലോചിച്ചു. ഈ നേരത്തെ എവിടെ പോണു? ഏത് ഭാഗത്തേക്ക്, ഏത് ഭാഗം ലക്ഷ്യമാക്കാണ് അവർ പോയത്? ഞാനേ സാറേ, ബഷീറിന്റെ തടിമില്ലിന്റെ ഫ്രണ്ടില് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം. അവര് വന്നത് കിഴക്കുന്നാണ്. മില്ല് കഴിഞ്ഞ് വലത്തോട്ടുള്ള റോഡിലൂടെ പോവുകയും ചെയ്തു. കൈവിട്ട് കളിയാ. കാഞ്ചന ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു.
തൽക്കാലം ഉത്തമൻ ഈ കാര്യം ആരോടും പറയണ്ട. ഞാൻ ചില തന്ത്രങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. കേശവൻകുട്ടി ചേട്ടന്റെ സ്ഥലത്തിന്റെ ഇന്ന് വരാന്ന് പറഞ്ഞേക്കൂ. ശരി. ആരോടും കാഞ്ചന വെറും പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തിയുമുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഹലോ. പ്രഹ്ലാദൻ സാറല്ലേ? അതെ, ഞാൻ സാറിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ആരാ? അഭ്യുദയകാംക്ഷി. അല്ല, എന്ന് വെച്ചാ മലയാളം അറിയില്ല. സാറിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്താ. സുഹൃത്തിന് പേരില്ലേ? ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് വില്യം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ട്. താൻ ആരാടോ? ഞാൻ ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ എന്തു പറയാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാര്യ കാഞ്ചനയ്ക്ക് മറ്റൊരു പുരുഷനുമായി അടുപ്പമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ സുഹൃത്തേ? എന്താ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ശ്രീമാൻ പ്രഹ്ലാദൻ, നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. നിങ്ങളുടെ ഭാര്യ കാഞ്ചന മറ്റൊരു പുരുഷനുമായി പ്രേമത്തിലാണ്. പ്രേമത്തിൽ. ഇന്ന് രാവിലെ കാഞ്ചന ആ യുവാവിന്റെ ബൈക്കിന്റെ പിന്നിലേറി ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോയിരിക്കുകയാണ്. ഭാര്യ? ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണുമല്ലോ. കാമുകനോടൊപ്പം ജീവിക്കാനായി ഏതോ ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന കാര്യം ഇന്നത്തെ പത്രത്തിലുണ്ട്. പ്രഹ്ലാദൻ, അടുത്തത് നിങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ അവളും കാമുകനും തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ കൂടി 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 വരും. ഒടുവിൽ അയാളോടൊപ്പം പോകാനായി നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വിഷം തന്നു കൊല്ലും. നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ നിങ്ങളാരാണ്? നിങ്ങളെ സഹായിക്കാനായി ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ് എന്നെ. എന്നെ അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വലിയ താമസമില്ലാതെ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. എന്താണ്? എന്താ? എന്താണെന്ന്? എന്തോ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവെന്ന് പറഞ്ഞു. ഒരു പോക്കുവരവിന്റെ കാര്യം. ആ പോക്കുവരവ് ഉടനെ തടഞ്ഞില്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവും. പോക്കുവരവ് തടയാനാ? പോക്കുവരവ് ചെയ്യാനല്ലേ വലിയ ഓഫീസ്? അങ്ങനെ എല്ലാ പോക്കും വരവും ഒന്നും ശരിയാക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഒടുവിൽ കൈവശ അവകാശം അങ്ങ് പോവും. ഒന്ന് സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതാ. പോക്കുവരവും കൈവശാവകാശവും തമ്മിൽ എന്താ ബന്ധം? ആരാണെന്ന് അറിയില്ല പ്രഫേ. വീട്ടിലെ ലാൻഡ് ഫോണിലേക്കാ വിളി വന്നത്. പ്രഹ്ലാദൻ ചേട്ടൻ ഫോൺ എടുത്ത പാടെ ഒറ്റ ശ്വാസത്തിൽ കാര്യം പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാൽ അത് ആരായിരിക്കും കാഞ്ചന സാറേ? ഇത്രയും നാളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. പക്ഷേ എങ്ങനെ ആളെ കണ്ടുപിടിക്കും? അതല്ലേ പ്രശ്നം. കാഞ്ചന സാർ, ആ വിഷയം വിട്. ആരെങ്കിലും ആയിക്കോട്ടെ. എങ്ങനെ വിടും ശിശുപാലൻ ചേട്ടാ? ഇത് കുടുംബം കൊളം തോണ്ടുന്ന പരിപാടിയായി പോയില്ലേ? നമസ്കാരം സാർ. നമസ്കാരം സാർ, ഒരു സംഭവം അറിഞ്ഞോ? ഇന്ന് രാവിലെ കാഞ്ചന സാറിന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലെ ഏതോ ഒരുത്തൻ വിളിച്ചു. കാഞ്ചന സാറിന്റെ സ്വഭാവം ഒന്ന് സൂക്ഷിച്ചോളണമെന്ന് പ്രഹ്ലാദൻ സാറിനോട് വിളിച്ചു പറഞ്ഞു.
വിളിച്ചത് ലാൻഡ് ഫോണിലേക്ക് ആയതുകൊണ്ട് നമ്പർ കിട്ടിയില്ല. അതെ. എന്നാലും അവനെ അങ്ങനെ വിടാൻ പറ്റുമോ സാറേ? ഞാൻ പറയായിരുന്നു ഏതോ ഒരു ഞരമ്പ് രോഗിയാണ് വിളിച്ചതെന്ന്. മര്യാദയ്ക്ക് നടക്കുന്ന മനുഷ്യന്മാരുടെ കുടുംബം കലക്കാനായിട്ട് ഇതുപോലത്തെ വൃത്തികെട്ടന്മാര് ധാരാളം ഉണ്ട് സാർ. അവന്മാരെ കണ്ടുപിടിച്ച് രണ്ടെണ്ണം ശരിക്ക് പൊട്ടിക്കണം. പക്ഷെ കണ്ടുകിട്ടാതെ എന്ത് ചെയ്യും? വെറുതെ ഒരാൾ ഫോൺ ചെയ്യോ? ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. എന്താ കാര്യം? സാറെന്താ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. വെറുതെ ഓരോന്ന് പറയാൻ തുടങ്ങി എന്ത് ചെയ്യും? കാഞ്ചന സാർ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നു. സൂക്ഷിക്കണമെന്നാ വിളിച്ച അലവലാതി പറഞ്ഞത്. കാഞ്ചന സാർ ബൈക്കിൽ പോയി എന്നുള്ളത് നേരാ. പക്ഷേ അത് കാഞ്ചന സാറിന്റെ സ്വന്തം ചേട്ടന്റെ കൂടെ. എന്റെ ദൈവമേ, ഉത്തമൻ എനിക്ക് തല്ല് വാങ്ങിത്തരും. ചേട്ടന് ഇന്നലെയാ വന്നത്. ഇന്ന് രാവിലെ ഞാൻ ചേട്ടനെ കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയി. അതാ സകല പുകിലുകൾക്കും കാരണം. സംഗതി അറിയാന്നുള്ളത് കൊണ്ട് പ്രഹ്ലാദൻ ചേട്ടന് സംശയമൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ കാണാമായിരുന്നു. എന്റെ കുടുംബം തകർന്ന വിളിച്ച അലവലാതിക്ക് സന്തോഷാവുമല്ലോ. സാറേ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്നവരാ. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരുപാട് പേരുണ്ട് സാർ, കുടുംബം കലക്കികള്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരാ. അവന്മാർക്ക് എന്താ ആയിക്കൂടാത്തത്? എന്തായാലും വിളിച്ചവനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ചേട്ടൻ നടക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? പ്രഹ്ലാദൻ ചേട്ടന്റെ ഏതോ പരിചയക്കാരൻ ടെലിഫോൺ ഓഫീസിലുണ്ട്. അയാള് വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ പ്രഹ്ലാദൻ ചേട്ടൻ പറയുന്നു. അയാള് ചത്തുപോയാ മതിയായിരുന്നു. അവനെ കണ്ടുപിടിച്ച് ആടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുമെന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ചേട്ടൻ നടക്കുന്നത്. ഭഗവാനെ, എങ്ങനെയെങ്കിലും അവനെ കണ്ടു കിട്ടണേ. അങ്ങനെ ദേഷ്യപ്പെടാനൊന്നുമില്ല. കാഞ്ചനെ വേറൊരാളുടെ ബൈക്കിൽ കണ്ടപ്പോ ആ സാറ് സംശയിച്ചു കാണും. അതിപ്പോ പ്രഹ്ലാദനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൊ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു കാണും. അതൊക്കെ വലിയ തെറ്റാണോ? സാർ എന്ത് വർത്തമാനാ ഈ പറയുന്നത്? വക്കീലിനെ പറ്റി ഇങ്ങനെ ആരെങ്കിലും സാറിനോട് വിളിച്ചു പറഞ്ഞാ സാർ എന്ത് ചെയ്യും? ഞാൻ ഇക്കാര്യത്തിൽ പ്രഹ്ലാദൻ സാറിന്റെ പക്ഷത്താ. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് മുട്ടുകാലി തല്ലി ഓടിക്കണം. ഇനി മേലിൽ അവൻ അത് ആവർത്തിക്കണം, അല്ലേ? അതെ, ഇവരെല്ലാം ഒറ്റക്കെട്ട്. ആര്? ആ, പ്രഹ്ലാദ് സാറായിരുന്നോ? മോഹനകൃഷ്ണൻ സാർ വന്നില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ആഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. 5-9 ഈ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഇതുവഴി പോകുന്നതാണ്. പിന്നെ എന്തിനാണ് വെറുതെ ഓരോ ചോദ്യങ്ങൾ? വെറുതെ ചോദിച്ചെന്നുള്ളൂ സാറേ. സാറിനെ കാണാനായിട്ട് ഒരാൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആരാ? സപ്ലൈ ഓഫീസിലെ പ്രഹ്ലാദൻ സാർ. സാറിന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ചാ കണ്ടേ. സാറിനെ കണ്ടിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കാണും. ഞാൻ പറഞ്ഞു സാറ് വരാൻ നേരമായില്ലല്ലോ എന്ന്. എങ്കിൽ വന്നിട്ട് കാണാന്ന് പറഞ്ഞു. ആള് വീട്ടിൽ തന്നെ കാണും സാറേ. എന്നാ ശരി സാറേ, ഞാൻ പോട്ടെ. അയ്യോ ഭഗവാനെ, നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സംഗതി കുഴപ്പമായി. ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടു?
സംഗതി കുഴപ്പമായി. ഭാമയോടെല്ലാം പറഞ്ഞു കാണും. ഇന്ന് അവൾ എന്നെ മൂക്കൊണ്ടിട്ട് അരപ്പിച്ചു തന്നെ. ഭാമേ, എന്നെ കൽപ്പിച്ചു. ഇതെന്താ താമസം? ഞാനോ? ഞാൻ താമസിച്ചൊന്നുമില്ല. താമസിച്ചു എന്നും വരുന്നതിനെക്കാട്ടിലും 5 മിനിറ്റ് വൈകി. നീ ചൂടാകുന്നില്ല. എന്തെങ്കിലും അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കരുതിയാ. ഞാനാ? അല്ലാതെ ഏതോ പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകനോട് ഒളിച്ചോട് പോയെന്ന് പറഞ്ഞ് നീയല്ലേ രാവിലെ കളിയാക്കിയത്. പെണ്ണുങ്ങൾ അവർക്ക് തോന്നുമ്പോൾ ചെയ്യുന്നു നീ പറഞ്ഞു. അല്ല, അതുകൊണ്ട് അത്ര കാഴ്ച നമുക്ക് പരിചയമില്ലാത്ത ആരെയെ പറ്റിയാ. പക്ഷെ അതുപോലല്ലോ നമുക്ക് പരിചയമുള്ള ഒരാള്. അടുപ്പുള്ള ഒരാൾക്ക് അബദ്ധം പറ്റാതെ നമ്മൾ നോക്കണം. അതിപ്പോ തെറ്റ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചവരെല്ലാരും സംഭവം എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ ആകെ ആർക്കും പറ്റാവുന്ന അബദ്ധമല്ലേ. ഇനിയിപ്പോ നീ പോരെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് വരണ. പ്രഹ്ലാദ് എന്തൊക്കെ പറഞ്ഞു? അപ്പൊ പ്രഹ്ലാദ് സാറിന് മോനോട് കണ്ടായിരുന്നോ? എന്നിട്ടാണോ എന്നോട് ചോദിക്കുന്നത്? ഇല്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ല, ഞാൻ കണ്ടില്ല. ഞാൻ പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. കണ്ടു പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അതെന്താണ്? അവന് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓലൊക്കെ തലേക്കൂടെ വീണു. പ്രഹ്ലാദ് നിന്നോട് എന്താ പറഞ്ഞത്? അത് മോഹനകൃഷ്ണൻ സാർ വന്നില്ലേ? ഇല്ല, മോഹനട്ട് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. കൃത്യം 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമല്ലോ. 5:15 ഇവിടെ എത്തും. സമയനിഷ്ഠയുടെ കാര്യത്തിൽ ആള് ഭയങ്കര കടിച്ചക്കാരനാ. അറിയാം, അതാ ഞാൻ നേരിട്ട് വന്നു. അല്ല, എന്തായിരുന്നു? എന്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രസാദ് കുറച്ച് ഭൂമി വാങ്ങി. ഇതിനു മുമ്പ് എന്തൊക്കെയോ കേസിൽപ്പെട്ട ഭൂമിയാ. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. എന്തായാലും സംഗതിപ്പെട്ടു. ഇനി വലിയ തട്ടുകേടില്ലാതെ തലയൂരണം. മോഹനകൃഷ്ണൻ സാർ വിചാരിച്ചാൽ സ്ഥലമൊക്കെ ഒന്ന് അളന്ന് ആധാരമൊക്കെ നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറ്റുമല്ലോ. നാളെ രാവിലെ സാറിന് സമയമുണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, അത് കൊള്ളാം. കാഞ്ചനെ പോലുള്ള ഒരാൾ വീട്ടിലുണ്ടായിട്ടാണോ പ്രഹ്ലാദ് സാറ് മോഹനയുടെ സഹായം ചോദിച്ചു വന്നത്? കാഞ്ചന വില്ലേജ് ഓഫീസിലാണെന്നേ ഉള്ളൂ. വല്ല വിവരമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ സഹായം ചോദിക്കുകയാണെങ്കിൽ മോഹനകൃഷ്ണ സാറിനോട് എന്നെ ചോദിക്കണം. സാറാണ് ഈ കാര്യത്തിൽ അവസാന വാക്ക്. മോഹനയുടെ വരെ എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി എടുക്കും. സാർ ഇരിക്കേ. വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇറങ്ങിയ സാറിനെ വഴി വെച്ച് കാണാം. ഞാൻ കണ്ട് കാര്യം പറഞ്ഞോളാം. ശരി, ആയിക്കോട്ടെ. ശരി. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെന്ന്? ആര്? എന്ത്? മോഹനടുത്ത് ഇപ്പൊ ആലോചിച്ചില്ലേ? അതെന്താന്ന്? ഞാനോ? ആലോചിച്ചൊന്നുമില്ല. നീ ഒരു ചായ എടുക്ക. ചായയൊക്കെ ഞാൻ എടുക്കാം. അതിനു മുന്നേ ഒരു കാര്യം ഉണ്ടല്ലോ. മോഹനടുത്ത് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ, അതെന്താ? എനിക്കോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മോഹനോട് അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ കാരണം മോഹനോട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. നിനക്ക് ചുമ്മാ തോന്നുക. എനിക്കങ്ങനെ അബദ്ധം പറ്റാറേ ഇല്ല. ഞാനൊരു വില്ലേജ് ഓഫീസറാ. നീ ഒരു ചായ എടുക്ക. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് പുലിവാല് പിടിക്കുക എന്നത് വില്ലേജ് ഓഫീസറുടെ ശീലമാണ്. ഫോൺ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇനിയും പ്രഹ്ലാദൻ വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം എന്ന് മോഹനകൃഷ്ണനെ ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.